എൻ്റെ ലാസ്റ്റ് എഡ്മണ്ടൺ ട്രിപ്പ് ഒരു 2 വീക്സ് മുന്നേ ആയിരുന്നു. ഇത്തവണ റീഡിംഗ് വീക്കിന് ഒരു 1 വീക്ക് ഓഫ് കിട്ടിയപ്പോൾ അതിൽ ബസ് ഫെയർ ഒക്കെ കുറവുള്ളത് നോക്കി ഞാനൊരു 3 ഡേയ്സിലേക്കാണ് പോയത്. അപ്പം നമുക്ക് ഒബ്വിയസ്ലി കുറച്ച് ഡ്രസ്സസ് ഒക്കെ വേണമല്ലോ. അത് പിന്നെ എൻ്റെ വോളറ്റ്, പിന്നെ ഞാനൊരു എക്സ്ട്രാ സെറ്റ് ഓഫ് ഷൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ 9 മണിക്കായിരുന്നു എനിക്ക് ഫോർട്ട് മക്കിന്ന് ബസ് ഉണ്ടായിരുന്നത് എഡ്മണ്ടണിലോട്ട്. ഒരു 6 hours അപ്രോക്സ് ജേർണി ഉള്ളത് കൊണ്ട് ഞാൻ രാവിലെ കുറച്ച് ഉഴുന്നോടൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോയത്. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ നാട്ടിൽ നിന്നുള്ള ശീലമാണ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക എന്നുള്ളത്. അബ്രോഡ് വന്നിട്ട് വലിയ മാറ്റമൊന്നും ഇല്ല. സോ അപ്പം നമ്മൾ രാവിലെ പ്രാർത്ഥിച്ച് ബാഗൊക്കെ എടുത്തോണ്ട് ഇറങ്ങി. പിന്നെ നമ്മൾ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ വീട്ടിലുള്ള ജീവികളോട് യാത്ര പറയുക എന്നുള്ളത് ഒരു നാട്ടു നടപ്പാണല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ പാവങ്ങളോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങി. അവരെ പിരിഞ്ഞ വിഷമത്തി എത്തിയ പാടെ ഞാൻ ഒരു സെറ്റ് ചട്ടിച്ചോറ് കഴിച്ചു. പക്ഷെ എൻ്റെ വിശപ്പ് ആ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത കഴിച്ച ഐറ്റമാണ് കാണിക്കുന്നത്. പൊറോട്ടയും കുരുമുളക് പെരളനും. ഇത് രണ്ടും നമ്മൾ കഴിച്ചത് ചേസ് ബ്ലെൻസിന്നാണ്. പിന്നെ ഇവിടെ ഓൾട്ടർനേറ്റീവ് വീക്കെൻഡ്സിൽ മന്തി അവൈലബിൾ ആണ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ. ഫോർട്ട് മക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു നല്ല വലിയൊരു സിറ്റിയാണ് എഡ്മണ്ടൺ. സോ അപ്പോൾ സൈറ്റ് സീയിങ്ങിന് നല്ല സ്ഥലങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഒരു നല്ല ശതമാനം യാത്രയും ബസ്സിലായിരുന്നുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എല്ലാം പയ്യെ ഇരുന്ന് കണ്ടുകൊണ്ട് പോകാം. കാരണം എനിക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ മിനിമം ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒക്കെ ടൈം എടുത്തിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ എഡ്മണ്ടൺ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഫുഡിനെ ഉപരി കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മലയാളത്തിൽ ഓർഡർ ചെയ്യൂലേ, ചേട്ടാ ഒരു ചായ, ചേട്ടാ ഒരു പൊറോട്ടയും ബീഫും എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരു could I get this, could I get that-നും കിട്ടൂല. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്മണ്ടണിലെ വിന്റർ ടൈമിലാണല്ലോ പോയത്. അപ്പൊ ആ ടൈമിൽ ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേനും എൻ്റെ മുഖം നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ 2 സൈഡിൽ ഈ ചുട്കിയുടെ പോലെ ഇരിക്കുന്നില്ലേ, അതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ 2 days നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഒരു 2 ദിവസം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. പുറത്തെ വീഡിയോസ് ഒക്കെ എടുത്തു, എൻ്റെ വീഡിയോസ് എടുത്തില്ല. പിന്നെ 3rd day ആണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. 2nd day നമ്മൾ ടോപ്പ് നോച്ച് എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടുന്ന് നമ്മൾ ഫുള്ള് ബീഫിൻ്റെ ഐറ്റംസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു, അതുപോലെ തന്നെ പൊറോട്ടയും ബീഫ് കറിയും. ഇത് രണ്ടും അത്യാവശ്യം ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ മെയിനായിട്ട് ഇവരുടെ ഹെവൻ ഓൺ എർത്ത് എന്ന് പറയുന്ന ഒരു ഷേക്ക് കുടിക്കാനാണ് പോയത്. അതിന് ഭയങ്കര ഗൂഗിൾ റിവ്യൂസ് ഉണ്ടായിരുന്നേ. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് നല്ല ഭാഗ്യമായതുകൊണ്ട് ആ ഷേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കുടിക്കണമല്ലോ എന്ന് കരുതി ഞാനൊരു ഫ്രഷ് ലൈം ഓർഡർ ചെയ്തു. പക്ഷെ ഇത് സൂപ്പർ റിഫ്രഷിങ് ആയിരുന്നു കേട്ടോ, നല്ല മിൻറ്റിൻ്റെ ടേസ്റ്റ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 3rd day നമ്മൾ പോയത് സാവോയ്സിലാണ്. അവിടുന്ന് ബട്ടർ സ്കോച്ച് ഷേക്കി തുടങ്ങി പൊറോട്ട, ബീഫ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് ഇത്രയത്തിലാണ് എത്തി നിന്നത്. പിന്നീട് അവർക്ക് എല്ലാ വീക്കെൻഡ്സിലും ചട്ടിച്ചോറ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഫുഡൊക്കെ കഴിച്ച് കുറേ സാധനങ്ങൾ ഒക്കെ വാങ്ങിച്ച് നമ്മൾ എഡ്മണ്ടൺ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് ഫോർട്ട് മാക്കിലെത്തി. ഇത്രയുള്ള എൻ്റെ ട്രിപ്പ്. അപ്പോൾ സീ യു ഓൾ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.